അമ്മയ്ക്കും തിരുക്കുമാരനും ഇന്ന് ഈ ആൾത്തറയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ കൃപ നൽകിയതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജിസ്മി ജോയ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുവാൻ പോയേ. അത് കഴിഞ്ഞ് എക്സാം എഴുതാൻ ഡേറ്റ് എടുത്തതിന് ശേഷം ഫുൾ തടസ്സങ്ങളായിരുന്നു എക്സാം പാസ്സാവാൻ. 2 മൊഡ്യൂൾ പാസ്സായതിനു ശേഷം സ്പീക്കിങ്ങും റൈറ്റിങ്ങും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള മൊഡ്യൂൾസ് ആയിരുന്നു. അത് പാസ്സാവാൻ ഒത്തിരി ഞാൻ എഴുതിയായിരുന്നു, എന്നിട്ടും പാസ്സാവുന്നുണ്ടായില്ല. ഞാനപ്പോൾ 2 മൊഡ്യൂൾ വെച്ച് തന്നെ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ടാക്കിയായിരുന്നു. അപ്പോഴും എനിക്ക് ഇൻ്റർവ്യൂസൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 2 മൊഡ്യൂൾ വെച്ച് നഴ്സിംഗ് പോകാമെന്ന് വെച്ചത് ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ 2 മൊഡ്യൂൾ വെച്ച് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ചേച്ചിക്ക് പ്രോസസ്സിങ് കൊടുത്തതിന് ശേഷം 6 മാസമായിട്ടും ഒന്നും വരാണ്ടായപ്പോൾ ഞാൻ ഇവിടെ വന്ന് 2025 മാർച്ച് 4-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് 10-ാം ദിവസം തന്നെ എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ടുള്ള ട്യൂട്ടറായിട്ട് വാക്കൻസി കിട്ടി. അങ്ങനെ ഞാൻ പഠിപ്പിക്കാൻ കയറിയതിന് ശേഷം ഈ പ്രോസസ്സിങ് ഞാൻ കണ്ടിന്യൂ ചെയ്തായിരുന്നു. എന്നിട്ടും എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും കിട്ടാണ്ടായപ്പോൾ ഞാൻ ഒരു ദിവസം കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിച്ച് പിറ്റേ ദിവസം തന്നെ എനിക്ക് ആ പ്രോസസ്സിങ് ചെയ്യുന്ന ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു, മെയിൽ വന്നിട്ടുണ്ട്, അതും കോൺട്രാക്റ്റ് അടക്കം അങ്ങനെ മെയിൽ വരാമെന്ന് വെച്ചാൽ അതും ഇൻ്റർവ്യൂ ഇല്ലാതെ കോൺട്രാക്റ്റ് വരാം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാതാവിൻ്റെയും ഉണ്ണീശോയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് എനിക്ക് ആ കോൺട്രാക്റ്റ് കിട്ടിയത്. കോൺട്രാക്റ്റ് വന്ന് പിന്നെ എനിക്ക് തടസ്സം വന്നത് VFSന് ഡേറ്റ് കിട്ടുന്നതിനായിരുന്നു. VFSന് ഡേറ്റ് എനിക്ക് നവംബർ 1-ാം തീയതി ആയിരുന്നു എനിക്ക് ജോയിൻ ചെയ്യേണ്ടത്. പക്ഷേ ഒക്ടോബർ ആയിട്ടും എനിക്ക് VFSന് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ പിന്നെയും കൃപാസനത്തിൽ നിന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 4 ദിവസത്തിന് ശേഷം VFSനും അപ്പോയിൻമെൻറ്റ് കിട്ടി. എനിക്ക് നവംബർ 26-ാം തീയതി ജർമ്മനിയിലേക്ക് പോകാൻ സാധിച്ചു. അങ്ങനെ ജർമ്മനിയിലെത്തി. എനിക്ക് അവിടെ വളരെ നല്ലൊരു സ്ഥലത്താണ് ജോലി കിട്ടിയത്. അത് ഞാൻ ഇൻ്റർവ്യൂ ഇല്ലാതെയാണ് എനിക്കതൊക്കെ കിട്ടിയത്. സാധാരണ ഓൾഡ് ഏജ് ഹോമിലാണ് ഇങ്ങനെ FSDക്കും BFDക്കും പോകേണ്ടത്. പക്ഷേ എനിക്കതൊരു യൂത്ത് ഹോസ്റ്റലായിരുന്നു. അവിടെ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. അതുപോലെ നഴ്സിംഗ് ഞാൻ തന്നെ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോഴും ഈ 2 മൊഡ്യൂൾ വെച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നഴ്സിംഗ് കിട്ടാനായിട്ട്. അപ്പോൾ എനിക്ക് അവിടെയുള്ള എല്ലാവരും എന്നെ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അവിടെയാണെങ്കിൽ മലയാളീസ് ആരും ഉണ്ടായിരുന്നില്ല. മൊത്തം വേറെ രാജ്യത്തു നിന്നുള്ളായിരുന്നു. കൊളംബിയ, ആഫ്രിക്ക, അവിടെ നിന്നൊക്കെ ആയിരുന്നു. പക്ഷേ അവരൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്ത് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഞാൻ നഴ്സിങ്ങിന് അപ്ലൈ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഇങ്ങനെ ഫുൾ മെയിലുകൾ വന്നത് ഫുൾ മൊഡ്യൂൾ വേണം, 2 മൊഡ്യൂൾ വെച്ച് പറ്റില്ല എന്നാണ് എനിക്ക് മെയിലുകളെല്ലാം വന്നത്. ഫുൾ റിജക്ഷൻ ആയിരുന്നു. അതിനുശേഷം പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുനിന്ന് ഭയങ്കര ദൂരത്തുള്ള ഇൻ്റർവ്യൂസ് ആയിരുന്നു. എനിക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിരുന്നു വന്നത്. എനിക്ക് 7 മണിക്കൂർ ട്രാവൽ ചെയ്തൊക്കെ പോകണമായിരുന്നു ഈ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ. അതൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ എനിക്ക് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു ചാൻസ് കിട്ടി. അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിത് തരണേ, അങ്ങനെ തരുവാണെങ്കിൽ ഞാൻ നാട്ടിൽ വന്ന് എന്തായാലും നിൻ്റെ അടുത്ത് നിന്ന് സാക്ഷ്യം പറയൂ എന്ന് പറഞ്ഞ് ഞാനത് അറ്റൻഡ് ചെയ്തു. മാതാവിൻ്റെ തൈലവും ഉപ്പും ഒക്കെ ഇട്ട് ഞാൻ അത് അറ്റൻഡ് ചെയ്തു. അങ്ങനെ എനിക്ക് അതിൽ ഞാൻ സെലക്ട് ആവുകയും അതുപോലെ എനിക്ക് അപ്പാർട്ട്മെൻറ്റും ഹോസ്പിറ്റലും അടക്കം എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. ഈ സെപ്റ്റംബർ 1-ാം തീയതിയിലേക്കാണ് എനിക്കതിൽ അഡ്മിഷൻ കിട്ടിയത്. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. 2 മൊഡ്യൂൾ വെച്ച് അത് പോസിബിൾ ആവില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കിട്ടാനായിട്ട്, നഴ്സിംഗ് അഡ്മിഷൻ കിട്ടാനായിട്ട്. അത് നല്ലൊരു ഹോസ്പിറ്റലുമാണ്. അങ്ങനെ അതൊക്കെ ലഭിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. എനിക്ക് ബാക്കി 2 സ്പീക്കിങ്ങും റൈറ്റിങ്ങും ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഡേറ്റ് എടുത്ത് അതിലും മാതാവ് എന്നെ പാസ്സാക്കി. അതിലും എനിക്ക് പാർട്ട്ണർ ഉണ്ടായിരുന്നില്ല സ്പീക്കിങ്ങിന്. എന്നിട്ട് എക്സാമിനേഴ്സ് ആയിട്ടായിരുന്നു എനിക്ക് എക്സാം. ഭയങ്കര ടഫായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത് പാസ്സാവുമെന്ന്. അതും ഞാൻ മാതാവിൻ്റെ ഉപ്പും മാതാവിൻ്റെ ലോക്കറ്റും ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയിരുന്നത്. അതും അലൗഡ് ഒന്നല്ലായിരുന്നു. ഞാൻ എന്നാലും ആരും കാണാതെയാണ് അതൊക്കെ പിടിച്ച് പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് പോയത്. പാസ്പോർട്ടിൽ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയിരുന്നത്. മാതാവിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എക്സാമിനേഴ്സായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തു. ഒട്ടും പ്രതീക്ഷിച്ചില്ല പാസ്സാവുന്നു. അതും എന്നെ മാതാവ് പാസ്സാക്കി തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവെ എന്നെ നാട്ടിലേക്ക് വരുത്തണം. ഞാൻ അതിന് മുന്നേ ടിക്കറ്റ് എടുത്തായിരുന്നു. പക്ഷേ ഇറാൻ വാർ കാരണം എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെയും ടിക്കറ്റ് എടുത്തു. ഈ ജൂലൈ 2-ാം തീയതിയിലേക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു. ഞാൻ മാതാവിനോട് അപ്പം തന്നെ പറഞ്ഞു, മാതാവേ വരാൻ പറ്റണേ, എനിക്ക് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണം. അങ്ങനെ ഞാനിവിടെ നാട്ടിലെത്തി. ഞാനിപ്പോൾ സാക്ഷ്യം പറയാൻ എനിക്ക് മാതാവ് അനുഗ്രഹം തന്നു. ഇതിനൊക്കെ തന്നെ മാതാവിന് ഉണ്ണീശോയ്ക്ക് 1000 ഞാൻ നന്ദി പറയുവാണ്. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ഇവിടുന്ന് ജർമ്മൻ പത്രം വന്ന് മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ജർമ്മനിയിലേക്ക്. അവിടെ ഞാൻ കൊടുക്കാൻ പറ്റാവുന്ന എല്ലാവർക്കും ഞാൻ കൊടുത്തായിരുന്നു. അതുപോലെ ഇവിടെ ആയാലും ഞാൻ എടപ്പള്ളിയിൽ ബസ് സ്റ്റാൻഡുകളിലും പിന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ പത്രം കൊടുക്കുമായിരുന്നു.
പിന്നെ ഞാൻ ഡെയിലി പീരീഡ് എന്നും കാണുകയും അത് സ്റ്റാറ്റസ് ഇടുകയും എല്ലാവർക്കും ഷെയർ ആക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ കുറച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സിനൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ ഈ മാതാവിൻ്റെ ഉപ്പൊക്കെ കൊടുത്ത് എക്സാമിനൊക്കെ പോകുന്നവർക്ക് ഞാനിത് കൊടുത്തു വിടുമായിരുന്നു. അങ്ങനെ ചെയ്യുമായിരുന്നു. ഇതിന് എല്ലാത്തിനും മാതാവിനും ഉണ്ണീശോയ്ക്ക് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 26-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിനെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യും. എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കും. അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജിസ്മി ജോയ് തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. +2 ശേഷം ജർമ്മൻ കോഴ്സ് പാസ്സാവുകയും അതിനെ തുടർന്നാണെങ്കിലും 4 മൊഡ്യൂളിൽ 2 മൊഡ്യൂൾ സ്പീക്കിംഗ് റൈറ്റിങ്ങും വളരെ പാടായിരുന്നു കൊണ്ട് തന്നെ 2 മൊഡ്യൂൾ വെച്ചുകൊണ്ടാണ് തൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിനൊക്കെ ശേഷവും മെയിൽ വരികയും മെയിലോടുകൂടെ കോൺട്രാക്ട് ബേസിൽ ജർമ്മനിയിലേക്ക് പോകുവാനൊക്കെ സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും വിസയ്ക്ക് VFSനുള്ള ഡേറ്റിനാണെങ്കിലും അത് പല തടസ്സങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അത് പൂർണ്ണമായിട്ടും പരിശുദ്ധമായ ഇടപെടലിലൂടെ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയുണ്ടായി. അതേ തുടർന്നാണെങ്കിലും ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ പോകുവാനും അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും പരിശുദ്ധമായ അനുഗ്രഹത്താൽ അവിടെ ചെന്നിട്ട് മലയാളികൾ കൂടെ ഇല്ലായിരുന്നെങ്കിലും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി പല സ്ഥലത്തേക്ക് മെയിലയക്കുവാനും ഇൻ്റർവ്യൂവിനൊക്കെ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധമ്മയുടെ ഇടപെടലുണ്ടായി. അതേ തുടർന്ന് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും തനിക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്ത് പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഉടമ്പടി ജീവിതത്തിലെ വലിയ അനുഗ്രഹം തന്നെയാണ് ഈ മകൾക്ക് അഡ്മിഷൻ ലഭിക്കുവാനായിട്ട് അനുഗ്രഹമുണ്ടാവുകയും ചെയ്തത്. ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷണ സാക്ഷിയായിട്ട് ജിസ്മി ജോയിയെ മാറ്റിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷണ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.